മുഖസൗന്ദര്യത്തിന് നമ്മുടെ പല്ലുകളുടെ പങ്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ മുഖഭംഗി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പല്ല് തന്നെയാണ്. നിരതെറ്റിയ പല്ലുകളും ഉന്തിയ പല്ലുകളും മഞ്ഞ നിറമുള്ള പല്ലുകളും നോക്കാൻ ആഗ്രഹിക്കുന്ന ആരുണ്ട്? ആരും തന്നെ കാണത്തില്ല. മോഡേൺ ഡെന്റിസ്ട്രിയിൽ ചെറിയ ചെറിയ പല്ലുകളിലെ തകരാറുകൾ ചെറിയ ചെറിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ട് മുഖത്തിൻ്റെ സൗന്ദര്യം അതിഗംഭീരമായി നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് ഒരു പല്ല് ഒരു സൈഡിൽ ഇത്തിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ രാഗി ശരിയാക്കുക, അല്ലെങ്കിൽ പൊട്ടിയ ഭാഗത്തിൽ വേറെ പല്ലിൻ്റെ അതേപോലത്തെ മെറ്റീരിയൽ കൊണ്ട് ഘടിപ്പിക്കുക എന്നിവ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന മുഖത്തിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. മുഖസൗന്ദര്യത്തിൻ്റെ ഭംഗിയെ സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് പല്ലിൻ്റെ അലൈൻമെൻറ്റ്. പല്ലിൻ്റെ അലൈൻമെൻറ്റ് മാത്രമല്ല, പല്ലിൻ്റെ നിറം, പല്ലിൻ്റെ ഷേപ്പ്, ഘടന, മോണയുടെ ഭാഗം എന്നിവ തന്നെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ സാരമായി ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ആദ്യമായി നമ്മൾ പല്ലിൻ്റെ മഞ്ഞ നിറത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പല്ലിൻ്റെ മഞ്ഞ നിറം സ്വാഭാവികമായി ഉണ്ടാകുന്നത് നമ്മുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ദുശ്ശീലങ്ങളാണ്. ഉദാഹരണത്തിന് പാൻ പരാഗ് ഉപയോഗിക്കുക, മുറുക്കുക, പുകവലിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ. രണ്ടാമത് മുഖ്യമായി ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ സ്റ്റെയിൻ. ഗർഭകാലത്ത് തന്നെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക്സ് അതുപോലത്തെ മരുന്നുകൾ കഴിക്കേണ്ടി ഇട വന്നിരുന്നാൽ അവരുടെ കുഞ്ഞിന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ പല്ലുകൾക്ക് തീർച്ചയായും നല്ല രീതിയിലുള്ള മഞ്ഞ നിറം ഉണ്ടാകും. മൂന്നാമതുള്ള പ്രധാന കാരണം നമ്മുടെ ബ്രഷിംഗ് ചെയ്യുന്ന രീതി. ആവശ്യത്തിൽ കൂടുതൽ അമർത്തി തേക്കുകയാണെങ്കിൽ പല്ലിൻ്റെ ഇനാമൽ തേഞ്ഞു പോയി രണ്ടാമത്തെ ലെയറായ ഡെൻറ്റിൻ എന്ന ഭാഗം വളരെ മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്തുവാണ്. അത് ഇനാമലിൻ്റെ മുകളിൽ കൂടെ ഇപ്പോൾ തെളിഞ്ഞ് കാണുന്ന മഞ്ഞ നിറം അത് ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഉള്ളത് ഈ നമ്മുടെ വയസ്സാകുമ്പോൾ അട്രീഷൻ എന്ന് പറയും, പ്രായപൂർത്തി ആയവർക്കുണ്ടാകുന്ന ഒരു തേയ്മാനം ഉണ്ടാകുന്നതാണ്. അതിലും മഞ്ഞ നിറം ഉണ്ടാകും. പിന്നെ പ്രധാനമായുള്ളത് ആസിഡ് ഇറോഷൻ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ അസിഡിറ്റി, പിന്നെ ധാരാളം നാരങ്ങ വെള്ളം അതുപോലത്തെ സിട്രിക് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുടെ പല്ലുകൾക്കും ഇതുപോലെ മഞ്ഞ നിറം വരാൻ സാധ്യതയുണ്ട്. പല്ലിൻ്റെ മഞ്ഞ നിറം മാറ്റുന്നതിന് പല ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഇപ്പോൾ മോഡേൺ ഡെന്റിസ്ട്രിയിലുണ്ട്. ആദ്യമായി ഡീപ്പായിട്ടുള്ള മഞ്ഞ നിറം മാറ്റാൻ സാധാരണ രീതിയിലുള്ള ഒരു ലേപനങ്ങളോ മറ്റു മരുന്നുകളോ ഉപയോഗിച്ച് മാറ്റാൻ പറ്റത്തില്ല. അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ വിനീറിംഗ് എന്ന് പറയും. കോമ്പോസിറ്റ് വിനീറിംഗ് ചെയ്യാം, മെറ്റൽ സെറാമിക് ഉപയോഗിക്കാം, മെറ്റൽ ഫ്രീ സെറാമിക്സ് ഉപയോഗിക്കാം, കോമ്പോസിറ്റ് വിനീറിംഗ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് പല്ലിൻ്റെ മേളിലത്തെ ഒരു പ്രതലം ലേശം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മേളിൽ പല്ലിൻ്റെ നിറത്തിൽ പല്ലിന് യോജിക്കുന്ന മുഖത്തിന് ചേരുന്ന അതേ സൈസിലുള്ള പല്ലുകൾ വെച്ച് ഘടിപ്പിക്കുക എന്നതാണ് വിനീറിംഗ് എന്ന് പറയുന്നത്. വേറൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ്. ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ പല്ലിൻ്റെ പ്രതലത്തെ നമ്മൾ പുരട്ടി അതൊരു പ്രത്യേക സമയം കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന കളർ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വെളുപ്പിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ലിൻ്റെ പൂർവ്വ രീതിയിലുള്ള നിറം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പല്ലിൻ്റെ മഞ്ഞ നിറം മാറ്റുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞത് ബ്ലീച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാരണങ്ങളുണ്ട്. ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് നമ്മൾ സിട്രിക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല, പല്ല് അമർത്തി തേക്കാൻ പാടില്ല, കടുപ്പത്തിലുള്ള ചായ കാഫി അതൊന്നും കഴിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് മുറുക്കുക അങ്ങനത്തെ സ്വഭാവങ്ങളും തീർച്ചയായും നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. കാരണം ഈ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞൊരു താൽക്കാലികമായ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ജീവിതകാലം മൊത്തം അതിൻ്റെ ഉപയോഗം ഉണ്ടാകത്തില്ല. അഥവാ നമുക്ക് വീണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബ്ലീച്ച് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. കഴിവതും നമ്മുടെ ആഹാര രീതിയിലും നമ്മുടെ ക്രമീകരണം കൊണ്ട് തന്നെ ഈ ബ്ലീച്ചിങ്ങിൻ്റെ കാലാവധി നമുക്ക് ബ്ലീച്ചിങ് കിട്ടുന്ന ആ ഒരു നല്ലൊരു അവസ്ഥ കുറേ കൂടെ നമുക്ക് ദീർഘിപ്പിക്കാൻ പറ്റുന്നതാണ്. പല്ലിൻ്റെ സൗന്ദര്യം എന്ന പോലെ തന്നെ
വളരെ പ്രധാനമായ ഒരു ഘടകം തന്നെയാണ് പല്ലിൻ്റെ മോണയുടെ നിറം, മോണയുടെ ഘടന എന്നിവയൊക്കെ. ചിരിക്കുമ്പോൾ മോണ മുഴുവനുള്ള പുറത്തോട്ട് കാണുന്ന ചില പ്രകൃതങ്ങളുള്ള പേഷ്യൻസ് കാണാൻ പറ്റും. ഇവരെ ഗമ്മി സ്മൈൽ എന്ന് പറയും. ചിരിക്കുമ്പോൾ മോണ മുഴുവൻ പുറത്ത് കാണും. സാധാരണ നമ്മൾ ചിരിക്കുമ്പോൾ പല്ല് മാത്രമേ കാണാറുള്ളൂ. ചില പേഷ്യൻസിന് മോണ കൂടെ ചേർത്ത് കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റും. പക്ഷേ അത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമേ സാധാരണഗതിയിൽ പറ്റത്തുള്ളൂ. രണ്ടാമത് വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് മോണയുടെ നിറം. മെലാനിൻ പിഗ്മെൻറ്റ്സിൻ്റെ കാരണം കൊണ്ട് ചിലവർക്ക് പല്ലിൻ്റെ മോണയ്ക്ക് നല്ല രീതിയിലുള്ള കറുപ്പ് നിറം ഉണ്ടാകാം. അതും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. സാധാരണ ഇതിൽ ലേപനങ്ങളോ മറ്റു മരുന്നോ ഒന്നും ഉപയോഗിച്ച് പറ്റത്തില്ല. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മോണയിൽ ഉണ്ടാകുന്ന പഴുപ്പ്, അസുഖങ്ങൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ. അത് നമ്മൾ നോർമലായിട്ടുള്ള സ്കെയിലിംഗ്, ക്ലീനിങ് ചെയ്യുക. ഈ ഹാബിറ്റ്സ് മാറ്റുക, പുകവലി, മുറുക്കാൻ എന്നുള്ള അതുപോലത്തെ ദുശീലങ്ങൾ മാറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ മോണ രോഗമില്ലാതെ മോണയ്ക്ക് പൂർവ്വമായ ഭംഗി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ മോണയ്ക്ക് ഉണ്ടാകുന്ന പ്രധാനമായ ഭംഗിക്കുറവെന്ന് പറയുന്നത് മോണയിലുണ്ടാകുന്ന കറുത്ത പിഗ്മെൻറ്റേഷൻ, അതിനെ മെലാനിൻ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും. അത് ചിലവർക്ക് വളരെ അഭംഗിയായ രീതിയിൽ വളരെ ബ്രോഡായിട്ടും വളരെ തിന്നായിട്ടും ചിലർക്ക് ഉണ്ടാകും. അതിൻ്റെ ശാശ്വതമായ പരിഹാരം ഇല്ലെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് പ്യൂർലി സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ കറുത്ത ഭാഗം ഒരു ചെറിയ ഒരു ലെയർ വളരെ തിന്നായിട്ട് അതിൻ്റെ മേളിൽ നിന്ന് പീൽ ഓഫ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളഞ്ഞ ആ മോണയുടെ മുകളിൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല പിങ്ക് നിറത്തിലുള്ള ഗമ്മ വളർന്നു വന്ന് ആ കറുപ്പ് നിറം പൂർണ്ണമായും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ രോഗിയുടെ മുൻനിരയിലുള്ള 2 പല്ലിൻ്റെ ഇടയിലുണ്ടായ 2 കറുപ്പ് സുഷിരങ്ങളാണ്. ഇത് കാണാൻ വളരെ അഭംഗിയാണ്. നമ്മളത് എങ്ങനെയാണ് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഒരു ബെറ് കൊണ്ട് ഈ കറുത്ത ഭാഗങ്ങൾ പയ്യെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റുന്നു. കറുത്ത ഭാഗങ്ങൾ ഉള്ളിലുള്ള ഡീക്കേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതിൻ്റെ ചുറ്റുമുള്ള ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ടിഷ്യൂസ് നമ്മൾ മാറ്റിയിട്ട് നല്ലൊരു വാട്ടർ വെച്ച് നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ മേളിൽ എച്ചിങ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ, ഒരു ആസിഡാണ് അത്. എച്ചിങ് ഇനാമലിൻ്റെ മേളിൽ നമ്മൾ ഇത്തിരി പുരട്ടിയിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ മേളിൽ ഒരു ലെയർ ബോണ്ടിങ് മെറ്റീരിയൽ യൂസ് ചെയ്ത് അതിന് വീണ്ടും ലൈറ്റ് ക്യൂർ ഉണ്ട്. ഇത് കാണുന്ന നീല ലൈറ്റ് ക്യൂർ ആണ്. ആ ലൈറ്റ് ക്യൂർ മെറ്റീരിയൽ നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മൾ കോമ്പോസിറ്റ്, ലൈറ്റ് ക്യൂർ കോമ്പോസിറ്റ്, പല്ലിൻ്റെ നിറത്തിലുള്ള ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പല ഷെയ്ഡിലും നമുക്ക് കിട്ടുന്നുണ്ട്. രോഗിയുടെ പല്ലിൻ്റെ അതേ നിറത്തിൽ നമ്മൾ ഷെയ്ഡ് സെലക്ട് ചെയ്തതിന് ശേഷം അതേ നിറത്തിലുള്ള ആ ഷെയ്ഡ് വച്ചിട്ട് തന്നെ ആ കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ട് പല്ലിൻ്റെ ഷേപ്പിൽ നമ്മൾ മെറ്റീരിയൽ കോണ്ടൂർ ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ പോളിഷ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്ക് ഇടയൊക്കെ നമ്മൾ ശരിയാക്കി നല്ല പോളിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും പല്ലിൻ്റെ പൂർവ്വ രീതിയിലുള്ള അതേ ഭംഗി നമുക്ക് നിലനിർത്താൻ പറ്റും.